എല്ലാ മച്ചന്മാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സഞ്ജു ടെക്കി അഥവാ ഉഡായിപ്പ് അല്ലെ കോമാളിത്തത്തിന് അങ്ങേയറ്റം ചെയ്യുന്ന ഒരുത്തൻ, അവനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കുറെ ട്രോളൊക്കെ മിക്സ് ആയിട്ടായിരിക്കും കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ കുറിച്ചുള്ള ട്രോൾ എടുത്തിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അവന്റെ വീഡിയോ നേരിട്ട് മൊത്തം കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അമ്മാതിരി സഹിക്കാത്ത കണ്ടന്റാണ് അവൻ്റെത്. അതുകൊണ്ട് ട്രോള് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചെങ്കിലും സഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോട്ട് അങ്ങ് പോകാം. ഇത് എവിടുന്നാ മോനെ പൈസ? അമ്മയുടെ ആക്ടിങ് സമ്മതിക്കണം കേട്ടോ. അത്രയും വലിയ വീടുണ്ടാക്കിയപ്പോ അമ്മ അറിഞ്ഞില്ല എവിടുന്നാ പൈസ. ഏതോ മരത്തിന്ന് കുലുക്കിയിട്ടാന്ന് കരുതിയേക്കുന്നത്. ഒരു കോഫി മെഷീൻ മേടിച്ചു കൊടുത്തപ്പോഴത്തേന് ഇത് എവിടുന്നാ പൈസ എന്ന്. ദിവസവും വാർക്കപ്പണിക്ക് പോയിട്ട് 1000 രൂപയ്ക്ക് പണിക്ക് പോയിട്ട് മോൻ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേന് ഇതുപോലെ മേടിച്ചോണ്ട് കയറുമ്പോഴത്തേന് ചോദിക്കും, മോനെ ഇത് എവിടുന്നത് മേടിച്ചെന്നുള്ള പൈസ എന്ന്. അതുപോലെയാണ് ചോദിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അടുത്ത് അവനൊരു ആഡ് കാണിക്കണം, ഏതോ ഒരു ട്രേഡിംഗ് കമ്പനിയുടെ. ആ ആഡ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആക്ടിങ് നടത്തുന്നത്. അതൊരു വലിയ കഥ. അതെ, അതൊരു വലിയ കഥയാണ്. സഹിക്കാൻ ഒട്ടും പറ്റാത്തൊരു കഥയാണ് കേട്ടാ. ആക്ച്വലി അതൊരു സീക്രട്ട് ആണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അത് ഒഫീഷ്യലാക്കി മാറ്റും. ഉടനെ പ്ലേറ്റ് മാറ്റി പിടിച്ച് നിക്കണ്ടേ. നിങ്ങൾ എക്സ്പേർട്ട് ഓപ്ഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? മനസ്സിലായി, ഉടായിപ്പല്ലേ സംഭവം. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞ പോലെ ഒരു ട്രേഡിംഗ് കമ്പനിയുടെ അവൻ ട്രേഡ് ചെയ്യുന്നതും പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നുമാണ് അവൻ പറയാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് അവൻ ആ കോഫി മെഷീൻ കാര്യങ്ങളൊക്കെ മേടിച്ചത്. അവന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതെല്ലാം പുളിങ്കുരു എന്നുള്ള രീതിയിലാണ്. പുള്ളി യൂട്യൂബിലൊന്നും ഇനി പുള്ളി ട്രേഡിങ്ങിലോട്ട് പോയി. ഇനി നിങ്ങൾ സഞ്ജു ടെക്കിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനിയുടെ അകത്ത് പോയി നോക്കിയാൽ മതി. ഇവിടെ നിന്നൊന്നും കാര്യമില്ല, യൂട്യൂബിൽ നിന്നൊന്നും കാര്യമില്ല. പുള്ളിക്കാരൻ ശരിക്കും അതാ ഉദ്ദേശിച്ചു വരുന്നത്. അതാണ് പൈസ എവിടുന്ന് കിട്ടിയെന്ന് അമ്മ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ റിയാക്ഷൻ കണ്ടില്ല. അതൊക്കെ കിട്ടി. ആക്ച്വലി റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ്. ആ സംസാരം തന്നെ കേട്ടില്ലേ? ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്ഷൻ ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. സൂപ്പർ ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ആ പൈസ കൊണ്ടിട്ട് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അവന്റെ ചാനലില് അവൻ ട്രേഡ് ചെയ്തതിന്റെ ഒരു പ്രൂഫില്ല. ഒരു ഇത് കാണിക്കുന്നു, ഒരു ട്രേഡിംഗ് ആപ്പ് കാണിക്കുന്നു. അതിൽ മേലെ ഒരു പ്രൂഫില്ല, ചുമ്മാ അതങ്ങ് തള്ളി വിടുക. ഇത് ഞാൻ ട്രേഡ് ചെയ്ത് കിട്ടിയത് കൊണ്ടാണ്, ഈ പ്രോഫിറ്റിൽ നിന്നാണ് ഇതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത്. ഒരു ട്രേഡിംഗ് എന്നുള്ള നല്ല ഓപ്ഷനൊക്കെ തന്നെയാണ്. അത് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്താൽ അതിന് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസും വേണം. നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പഠിക്കുകയും വേണം. ഒന്നുമില്ലാതെ ഒരുത്തൻ ചുമ്മാ വളവള പറയുക എനിക്ക് ചെയ്തിട്ട് കിട്ടിയതൊക്കെ. അത് പോട്ടെ, ഇവൻ പറയുന്ന ആരോടാ? ഇത്രയും ഇവനെ തളർത്തി വലുതാക്കി ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നു. എന്നിട്ടും ഒരു നാണവും ഇല്ലാത്ത സബ്സ്ക്രൈബേഴ്സ് ആണ് പിന്നെ അവനെ ഫോളോ ചെയ്യുന്നത്. പോപ്പുലർ ആയിരിക്കണം. താങ്ക്സ് ടു യു ഗൈസ്. എസ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം ഗൈസ്, നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആയിട്ട്. അപ്പൊ ഇത് കാണുന്ന ഞങ്ങൾ തന്നെ പൊട്ടന്മാരാ? കാശിന്റെ കുത്തിക്കഴപ്പ് ചെയ്തതിന് അവനെ MBD പൊക്കി കഴിഞ്ഞപ്പോഴത്തേന് അത് മീഡിയക്കാർ വന്ന് റിപ്പോർട്ട് ചെയ്ത്. അത് കാരണമാകുമ്പോഴാണ് അവന്റെ റീച്ച് കൂടിയത്. തെറ്റ് ചെയ്തിട്ട് റീച്ച് കൂടിയപ്പോ സന്തോഷം. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന മണിയുടെയൊക്കെ ഒരിതേ തുളസിയല്ലേ വരുന്നത്. ചഞ്ചുമോൻ മുടി വെട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് അമ്മ ചോദിക്കുന്ന ചോദ്യമാണ് ആദ്യം ഇത്. കൃതാവൊന്ന് ഷേപ്പ് ചെയ്തത് ഒടുവിൽ ഇങ്ങനെയൊക്കെയായി. എന്റെ ദൈവമേ, എന്ത് കോലാണിത്? ചോറായി പോയി. അല്ല, ഇത് സുന്ദരനായിട്ടൊന്നുമില്ല. കുഴപ്പമില്ലടാ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടല്ലേ? സത്യം, അത് ഇപ്പോഴെങ്കിലും എന്റെ കൂട്ടരെ മനസ്സിലായല്ലോ. പഴം പുഴുകിയ പണം കാണണം. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. മനസ്സിലാക്കാം. ഇലിയുനോ പെട്ടെന്ന് ഓർക്കും ചാന്തുപൊട്ടിന്റെ മറ്റേ നടനാണെന്ന് പറഞ്ഞിട്ട് അവസാനം പറയാം ചാന്തുപൊട്ടാണെന്ന്. എന്തൊരു സന്തോഷമുള്ളൂ. വീട്ടിൽ നിന്ന് ഇത്രയും ഊക്ക് കിട്ടുന്നത് നാട്ടുകാരോടെ കാണിക്കാണ്ട് താല്പര്യമുള്ളൊരു കക്ഷി വേറെ കാണത്തില്ല. അപ്പൊ സഞ്ജു ടെക്കിയുടെ അടുത്ത സംഭവങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം.